ബി.ജെ.പി. ഭരണകൂടം വല്ലാതെ ഭയക്കുന്നുണ്ട്. ഗാന്ധിജിയെ ഇല്ലാതാക്കിയ ഗോഡ്സെയുടെ പിന്മുറക്കാർക്ക് ഇനി വേണ്ടത് അദ്ദേഹത്തിന്റെ പേര് ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്ന കാര്യമാണ്. എന്നാൽ അത് ഒരിക്കലും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് തിരിച്ചറിയുക. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെഞ്ചിൽ കനലെരിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ മതേതര അടിത്തറയും ഭരണഘടനാ മൂല്യങ്ങളും വെല്ലുവിളിക്കപ്പെടുമ്പോൾ ചരിത്രത്തെ തിരുത്തി എഴുതാനും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പൈതൃകത്തെ മായ്ച്ചു കളയാനും ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ദുഷ്ടലാക്ക് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേവലം ഒരു പേര് നീക്കം ചെയ്യലല്ല, മറിച്ച് തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള ജനക്ഷേമ പദ്ധതികളിൽ നിന്ന് പോലും ഗാന്ധിജിയുടെ ഓർമ്മകൾ ഇല്ലാതാക്കാനുള്ള ബി.ജെ.പി. സർക്കാരിന്റെ ഈ നീക്കം ഇന്ത്യൻ ദേശീയതയോടുള്ള അവരുടെ കടുത്ത അസഹിഷ്ണുതയും അനാദരവും തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഗാന്ധിയെയും നെഹ്റുവിനെയും നിരന്തരം ആക്രമിക്കുന്നതിലൂടെ നമ്മുടെ മതേതര ഭാരതം എന്ന ആശയത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് എതിരെ ഇന്ത്യൻ ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും ഇവിടെ ഉറച്ചു നിൽക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ചരിത്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വ്യക്തമായ താക്കീതാണ് ഈ പ്രതിരോധം എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെയും ആധുനിക ഇന്ത്യയുടെ അടിത്തറയും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ചരിത്രത്തെ വികലമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ പേര് രാജ്യത്തെ പാവപ്പെട്ടവരുടെ ആശ്രയമായ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പോലും നീക്കം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം കേവലം ഒരു ഔദ്യോഗിക നടപടി എന്നതിലുപരി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പൈതൃകത്തോടുള്ള ബി.ജെ.പി. സർക്കാരിന്റെ കടുത്ത അസഹിഷ്ണുതയുടെ വ്യക്തമായ പ്രഖ്യാപനമാണ്. ഈ നടപടി ഗാന്ധിയൻ ആദർശങ്ങളെയും നെഹ്റു ഉയർത്തിപ്പിടിച്ച മതേതരത്വ സങ്കല്പങ്ങളെയും വേരോടെ പിഴുതെറിയാനുള്ള സംഘടിത ശ്രമങ്ങളുടെ ഭാഗമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മഹത്തായ പ്രതീകമായ മഹാത്മാഗാന്ധിയെയും ആധുനിക ഇന്ത്യയുടെ ശില്പിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും തുടർച്ചയായി ആക്രമിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ പൈതൃകത്തെ അവഹേളിക്കുന്നതും ബി.ജെ.പി. സർക്കാരിന്റെ സ്ഥിരം രീതിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇവർ സ്ഥാപിച്ച മതേതരത്വം എന്ന ആശയം ഭാരതത്തിന്റെ ബഹുസ്വരതയെയും വൈവിധ്യത്തെയും ശക്തിപ്പെടുത്തുന്ന ജീവനാഡിയാണ്. ഈ ആശയങ്ങളോടുള്ള ഈ ഭരണകൂടത്തിന്റെ അസഹിഷ്ണുത അതിരുകടക്കുന്നതും അത്യന്തം അപകടകരമാണ് എന്ന് തിരിച്ചറിയുക. കാരണം ചരിത്രത്തെ തങ്ങൾക്ക് അനുകൂലമായി തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നവർക്ക് രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ അസഹ്യമായി തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത ലക്ഷ്യം ഗാന്ധിജിയെ നമ്മുടെ ഓർമ്മകളിൽ നിന്നും നമ്മുടെ പൊതുബോധത്തിൽ നിന്നും സമ്പൂർണമായി മായ്ച്ചു കളയുക എന്നതാകുന്നതിൽ ഒരു തെറ്റും പറയാനില്ലല്ലോ അല്ലെ. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം അത്തരമൊരു നീക്കത്തിന് ഒരു ശക്തിക്കും ഇവിടെ അനുമതി ലഭിക്കില്ല എന്നതാണ് പറയാനുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളെയും ജനാധിപത്യപരമായ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. ബി.ജെ.പി. സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ കരി നിയമങ്ങൾക്കെതിരെ ശക്തമായി പോരാടാൻ കോൺഗ്രസ് പാർട്ടിയും അതിന്റെ മുന്നണി പോരാളിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയും ഇവിടെ തന്നെയുണ്ട്. മഹാത്മാഗാന്ധിയുടെ പേര് മായ്ച്ചു കളയുന്നതിലൂടെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതിക്ക് മേൽ കാവ്യവൽക്കരണത്തിന്റെ നിറം നൽകാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തെയും അതുപോലെ തന്നെ നമ്മുടെ ജനകീയ ക്ഷേമ പദ്ധതികളുടെ അടിസ്ഥാന സ്വഭാവത്തെയും തകർക്കാനുള്ള നിന്ദ്യമായിട്ടുള്ള തന്ത്രം തന്നെ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഉയർത്തുന്ന ശബ്ദം ഗാന്ധിയൻ മൂല്യങ്ങളുടെ പ്രതിധ്വനി തന്നെയാണ്. അദ്ദേഹം നടത്തുന്ന യാത്രകളും രാഷ്ട്രീയ ഇടപെടലുകളും രാജ്യത്തിന്റെ മതേതരത്വവും അതുപോലെ തന്നെ സാമൂഹിക നീതിയും ഉറപ്പുവരുത്താനുള്ള നിർണായക നീക്കങ്ങൾ തന്നെ. ചരിത്രപരമായ പൈതൃകത്തെ തകർക്കാനും ഏകാധിപത്യ പ്രവണതകളെ ശക്തിപ്പെടുത്താനും ശ്രമിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച സത്യത്തിലും അതുപോലെ തന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച അഹിംസയിലും അടിയുറച്ച പ്രതിരോധം കോൺഗ്രസ് ഇനിയും തുടരുക തന്നെ ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോ പൗരനും ഈ ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും പിന്തുണ നൽകേണ്ടത് കാലഘട്ടത്തിന്റെ നീതിയാണ്. ചരിത്രത്തെ വിസ്മരിക്കാനും രാഷ്ട്രപിതാവിനെ അപമാനിക്കാനും ശ്രമിക്കുന്ന ഈ സർക്കാരിന്റെ എല്ലാ നീക്കങ്ങളെയും കോൺഗ്രസ് ശക്തമായി ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗാന്ധിജിയുടെ ആദർശങ്ങൾ ഈ രാജ്യത്തിന്റെ ആത്മാവിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കാൻ കോൺഗ്രസ് എന്ന കാവൽ സേന ഇവിടെ തന്നെ ഉണ്ടാകും. അത് സംഘികൾ തിരിച്ചറിയുക തന്നെ വേണം.